കഴിഞ്ഞ ദിവസം ബെൻഡിങ് ഇക്വേഷന്റെ ഡെറിവേഷൻ നോക്കിയായിരുന്നു. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. m by I is equal to f by y is equal to e by r. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇത് ഓർക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് m എന്ന് വെച്ചാൽ നമ്മുടെ ആ എടുത്തിരിക്കുന്ന സെക്ഷനിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ്. I എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനി നമുക്ക് ഗിവൺ കണ്ടീഷനും ഗിവൺ ലോഡിങ്ങും അനുസരിച്ച് എത്രമാത്രം സ്ട്രെസ് ആണ് നമ്മുടെ ബീമിലേക്ക് വരുന്നത് അതാണ് നമ്മൾ എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, ആ സെക്ഷനിലേക്ക് വരുന്ന സ്ട്രെസ് എത്രയാണ്. ഇനി y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് മാക്സിമം, അതായത് പുറത്തേക്ക് പോകും തോറും എന്തും കൂടെ കൂടുവാണ്, മൊമെന്റും അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആകുമ്പോഴായിരിക്കും അവിടെ സ്ട്രെസ് മാക്സിമം ആവുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പം ഇവിടെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫൈബേഴ്സിലേക്ക്. ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും പുറത്ത് മാക്സിമം ടെൻസൈലും ഏറ്റവും താഴെ മാക്സിമം, ഈ ഒരു ഭാഗത്ത് മാക്സിമം ടെൻസൈലും ഈ ഒരു ഭാഗത്ത് മാക്സിമം കംപ്രഷനും എന്ന് പറഞ്ഞു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ കംപ്രസീവ് ഫോഴ്സ് കുറഞ്ഞ് ഇവിടെ എത്തി സീറോ ആവുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ടെൻസൈലായി മാറും. അതായത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രെസ് എന്ത് സംഭവിക്കുകയാണ്, കുറയുവാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും തോറും സ്ട്രെസ് കൂടുവാണെന്ന് ഓർക്കാം. അപ്പം ഈ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ആവുന്നത് വൈന്റെ വാല്യൂ എത്രയാകുമ്പോഴായിരിക്കും, ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ വൈന്റെ വാല്യൂ d/2 ആകുമ്പോഴായിരിക്കും മാക്സിമം സ്ട്രെസ് വരുന്നത് നോക്കാം. വൈന്റെ വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് മാക്സിമം ആവണം, അതായത് ആ ഡെപ്തിന്റെ കറക്റ്റ് പകുതിയിൽ. അപ്പൊ ഓർത്തോളാം, മിക്ക കേസിൽ നമുക്ക് y എന്ന് പറയുന്നത് d/2 ആയിരിക്കും നമുക്ക് എഴുതേണ്ടി വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് മനസ്സിലായി, y മനസ്സിലായി. ഇ എന്ന് വെച്ചാൽ എന്താണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അവസാനം ആർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബീം ബെൻഡ് ചെയ്യുന്ന ഈ രീതിയിലാണെന്ന് വിചാരിക്കുക. ഇതൊരു വലിയൊരു സർക്കിളിന്റെ ആർക്കായിരിക്കും. ഓക്കെ, ആ സർക്കിളിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ആർ. അതെന്ന് വെച്ചാൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും, ഒരു 20 മീറ്റർ. അപ്പം 20 മീറ്റർ ഉള്ള ഒരു സർക്കിളിന്റെ ഒരു ചെറിയ പാർട്ട്, അത്രയൊക്കെ ബെൻഡിങ് ഉണ്ടാവുന്നത്, ചെറിയതായിട്ടൊരു ബെൻഡിങ് മാത്രമേ കാണാനുള്ളൂ. 20 മീറ്റർ സർക്കിളിന്റെ ആ ഒരു ചെറിയ ആർക്കിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് സ്ട്രേറ്റ് ലൈൻ പോലെയൊക്കെ നമുക്ക് തോന്നൂലേ, പക്ഷെ അത് കൃത്യമായിട്ട് ഒരു ബെൻഡിങ് വരുന്നുണ്ടെന്ന് ഓർത്തോളൂ. അത് കാരണം തന്നെ ആ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം ഇത്രയും ടേംസ് കണ്ടുപിടിച്ചാൽ ഇതിനകത്ത് ഏതാണോ നമുക്ക് ആവശ്യം അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ബെൻഡിങ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സിമ്പിൾ ആണ്, ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് എന്താണ്, ആ ഇക്വേഷൻ ടേംസ് എന്താണെന്ന് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ഓർത്തേക്കാം. അപ്പം ഈ ഒരു ടേംസ് ഇനി നിങ്ങൾക്ക് ഏത് സമയത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് മാറിപ്പോകരുത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട് പോലത്തെ ഫ്ലാറ്റ് അല്ല കേട്ടോ, ഒരു ചെറിയ ഒരു മെമ്പർ. എ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് of size 100 mm wide and 25 mm thick. അതായത് ജസ്റ്റ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം, അതിന്റെ സൈസ് വേണം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. 100 mm വൈഡും 25 mm തിക്കും. ഈ രീതിയിൽ ഒരു ഫ്ലാറ്റ് ആയിരിക്കും, ഒരു ബാർ. ഓക്കെ, അപ്പം ഇത് 100 mm, ഇത് 25 mm. ഓക്കെ, ഇസ് ബെൻഡ് ഇൻ ടു എ സർക്കുലർ ആർക്ക്. അതായത് ഈ രീതിയിലാണ് അതിരിക്കുന്നതെങ്കിൽ അതിന്റെ മൊത്തം ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പം ഇതിനകത്ത് ലോഡിങ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഈ രീതിയിൽ ബെൻഡ് ആവുന്നുണ്ടെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, ഏതാണ്ട് 20 മീറ്റർ. 20 മീറ്റർ എന്ന് പറയുമ്പോൾ ഊഹിക്കാം അല്ലെ,
20 മീറ്റർ ആണ്. വലിയൊരു സർക്കിൾ, അതിന്റെ ഒരു ചെറിയ പാർട്ടായിട്ട് ലോഡിംഗ് വന്നു കഴിയുമ്പോൾ ബെൻഡ് ആവുന്നു. അതായത് ഞാൻ ആദ്യം വരച്ചത് നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥയും രണ്ടാമത് കാണുന്നത് അതിനകത്ത് ലോഡിംഗ് വന്നു കഴിയുമ്പോൾ അത് ഇങ്ങനെ ബെൻഡ് ആവുന്നതും കൂടെ ഓർക്കാം. മനസ്സിലായല്ലോ അല്ലെ? ഇതാണ് അതിന്റെ 25 mm തിക്കുള്ള ഭാഗം. ഇങ്ങനെയായിരിക്കും അതിന്റെ 100 mm. ഓക്കെ, ഇതതിന്റെ ഉള്ളിലേക്കാണെന്നൊന്ന് ഓർക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എത്രയായിരിക്കും എന്നാണ്. അപ്പൊ നമ്മൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, അത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫൈബർ ആയിരിക്കണം. അല്ലെങ്കിൽ ആ y എന്ന് പറയുന്നത് ന്യൂട്രലാക്സ് എന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് d/2 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ വരുന്ന പാടെ ഗിവൺ ഡേറ്റാസ് ആദ്യം ഒന്ന് എഴുതാം. നമ്മുടെ സെക്ഷന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, b എന്ന് പറയുന്നത് 100 mm. തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് നമുക്ക് ഡെപ്ത് ആയിട്ട് എഴുതാം. ഓക്കെ, ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് 25 mm. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. ആ ഒരു സർക്കിൾ ബെൻഡ് ആവുന്ന അതിന്റെ ഒരു ആർക്കിന്റെ റേഡിയസ് തന്നിട്ടുണ്ടല്ലോ, ഇൻറ്റു എ സർക്കുലർ ആർക്ക് ഓഫ് 20 മീറ്റർ. ആർക്കിന്റെ ഡയമീറ്റർ ആണ്, അല്ല റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം 20 മീറ്റർ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, മാക്സിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ്, അതായത് എഫ് മാക്സിമം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് അറിയത്തില്ല. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്, ഇ 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പൊ നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ എഴുതുക. m/i is equal to f/y is equal to e/r. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് ആദ്യം ഒന്ന് ആലോചിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എഫ് ആണ്. ഇ തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മാറ്റി എഴുതണം, f/y is equal to e/r. ഇത്രയും കാര്യങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എഫ് is equal to e/r into y. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കിക്കേ. അപ്പം ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പം ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പൊ ന്യൂട്ടണിലും mm ലും ആണ്. അപ്പൊ ഇനി അടുത്തത് 20 മീറ്റർ, അത് നമ്മൾ mm ലേക്ക് മാറ്റണ്ടേ. അപ്പം 20 × 20 മീറ്റർ, അപ്പം 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. mm ഇൻറ്റു y എത്രയാണ്, y എന്ന് പറയുന്നത് y will be equal to തന്നിട്ടുണ്ടല്ലോ അല്ലെ. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഡെപ്തിന്റെ പകുതി 25/2 ഇത്രയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് വേഗം സോൾവ് ചെയ്യാം. ഇത് 2 × 10⁵. അടുത്തത് 20 × 10⁵ എന്ന് പറയുമ്പോൾ നമുക്ക് 2 × 10⁴ എന്ന് എഴുതാലോ, പ്രശ്നമില്ലല്ലോ, ഇൻറ്റു 12.5. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 2 ും 2 ഉം ക്യാൻസൽ ആയി പോയി. 10⁴ ഉം 10⁵ ഉം വെക്കുമ്പോൾ ബാക്കി മേലെ ഒരു 10 ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര വരും ഇവിടെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 12.5 × 10 125. 12.5 × 10 എന്ന് പറയുമ്പോൾ 125. യൂണിറ്റ് എന്തായിരിക്കും, ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, 125 യൂണിറ്റ് എഴുതണം കേട്ടോ, 125 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, ഇപ്പൊ അവസാനം ബ്ലസൻ ബിജു കേൾക്കുന്നുണ്ടോ? ബ്ലസൻ. ഹലോ സാർ. ആ ബെൻഡിങ് ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. അപ്പൊ നമ്മള് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ആൻസർ 125 ആയിരുന്നു. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്യാം, എന്റെ അടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. പോകുമല്ലേ? ഓക്കെ, അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഡൗട്ടിന്റെ ചോദിക്കാട്ടോ. എ കാൻഡിലിവർ ഓഫ് ലെങ്ത് 2 മീറ്റർ. ഒരു കാൻഡിലിവർ ബീം എന്താണ് ചോദിക്കട്ടെ, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന അല്ലെ, ഒരു ഭാഗം ഫിക്സഡും ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ബീമിനാണ് നമ്മൾ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ബീം. അതിപ്പോ ഓർമ്മ കിട്ടുന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കിയ
ഭാഗം അല്ലെ പഠിക്കാൻ വിട്ടേക്കുന്നത് ഏതാണ്? ടൈപ്പ് ഓഫ് ബീമിന്റെ ഭാഗത്ത് നമ്മൾ എല്ലാ ബീംസും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, അതൊന്ന് നോക്കുക. ഫെയിൽസ് വെൻ എ ലോഡ് 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വെൻ എ ലോഡ് ഓഫ് 2 കിലോ ന്യൂട്ടൺ ഇസ് അപ്ലൈഡ് അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ ഒരു 2 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബീം അല്ലെങ്കിൽ ആ ഒരു കാന്റിലിവർ ബീം ഫെയിൽ ആവുകയാണ്. ദി സെക്ഷൻ ഓഫ് ബീം ഇസ് 40 mm into 60 mm. ഫൈൻഡ് സ്ട്രെസ് അറ്റ് ഫെയിലർ. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ കണ്ട ഈ ഒരു കാന്റിലിവർ ബീം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുകയാണ് അല്ലെ. ഇത് 3D ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ അത്രമാത്രം കറക്റ്റ് ആവും എന്നൊന്നുമില്ല, നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും ആ ബീം ഉണ്ടാവുക അല്ലെ. അതിന്റെ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആയിരിക്കും. ഇതിന്റെ ഏറ്റവും എൻഡിലായിട്ട് എന്തുണ്ടാവും? ഒരു 2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. 2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ബീം ഓഫ് സെക്ഷൻ 40 mm into 60 mm. 40 mm into 60 mm എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് എപ്പോഴും ഓർത്തോളൂ ഡെപ്ത് ആയിരിക്കണം. ഓക്കെ, 40 mm അതായത് ഇത്രയേ ഉള്ളൂ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ. അപ്പം ഇവിടെ ലെങ്ത് വന്നിട്ടുണ്ട്, പിന്നെ ഇത് ബി ഇൻറ്റു ഡി ആയിരിക്കും എപ്പോഴും. അപ്പൊ നമ്മൾ ബി എന്ന് പറയുന്നത് 40 mm ഡി എന്ന് പറയുന്നത് 60 mm. ഓക്കെ, തിരിച്ചെഴുതരുത്, തിരിച്ചെഴുതിയാലും മാറിപ്പോവും, ആൻസർ മാറിപ്പോവും. റെഡി അല്ലേ? ബി ഇൻറ്റു ഡി എപ്പോഴും ഇങ്ങനെ വരുവാണെങ്കിൽ ഓർത്തോളൂ, ഇറ്റ് ഇസ് ബി ഇൻറ്റു ഡി. ഇനി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അത് സ്റ്റാൻഡേർഡ് ഫോം ആണ്. നമ്മൾ ഒരു മെറ്റീരിയലിന്റെ ഡയമെൻഷൻ പ്ലോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഫോം ആണ്. അപ്പൊ LBH എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തന്നിട്ടില്ലേ ഇതിനകത്ത് ഏതാണ് ഡെപ്ത് ഏതാണ് വിഡ്ത്ത് എന്ന് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്കിനി എടുക്കാനുള്ളത് എന്താണ്? ഓക്കെ, നമ്മൾ ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്? ഇതിനകത്ത് നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് അല്ലെ. സ്ട്രെസ് എന്ന് പറയുന്നത് എഫ്. ഓക്കെ, എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ, എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഞാനപ്പോഴത്തേക്കും ബ്ലസ്സിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റാസ് ആദ്യം ഒന്ന് എഴുതാം. കാന്റിലിവറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, എൽ എന്ന് പറയുന്നത് 2 മീറ്റർ. ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡിനെ ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്യാണ്. പി എന്ന് പറയുന്നത് 20 കിലോ ന്യൂട്ടൺ. സെക്ഷൻ തന്നിട്ടുണ്ട് ബിയും ഡിയും അല്ലെ. അപ്പൊ ബി ഇൻറ്റു ഡി എന്ന് ഞാൻ ജസ്റ്റ് 40 ഇൻറ്റു 60 mm എന്ന് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബി ഈക്വൽ ടു 40യും ഡി ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ആണ്. അപ്പൊ നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എം ബൈ ഐ ഈക്വൽ ടു എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇ തന്നിട്ടുണ്ടോ? ഇ തന്നിട്ടില്ല. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. വൈ വേണം നമുക്ക് കണ്ടുപിടിക്കാം. എം തന്നിട്ടില്ല, വേണേ കണ്ടുപിടിക്കാം. ഐയും വേണേ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഓർത്തോളാം, ഈ പാർട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യം തന്നെ എങ്ങനെയായിരിക്കും ഇതിന്റെ എം വരിക? എം എന്ന് പറയുമ്പോൾ എന്താണ്? എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എം നമ്മൾ ഇക്വേഷൻ പറ, എന്തായിരുന്നു? മൊമെന്റ് അല്ലേ. ഓക്കെ, പി ഇൻറ്റു വൈ അല്ല, മൊമെന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജസ്റ്റ് നോക്കുക, ഇവിടെ കാന്റിലിവർ ആണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. കാന്റിലിവർ കാരണം അല്ലെ, കാന്റിലിവറിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ആ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ഓർത്താൽ മതി കാന്റിലിവറിന്റെ കേസ് ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു L ആയിരിക്കും. അപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 22 കിലോ ന്യൂട്ടൺ. അപ്പൊ 2 ഇൻറ്റു 10⁻³ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്റർ. അപ്പം 2 ഇൻറ്റു 10⁻³ mm. അപ്പൊ നമുക്ക് മൊമെന്റ് കിട്ടി. മാക്സിമം ബെൻഡിങ് മൊമെന്റ് W ഇൻറ്റു L ആണ്, അത് കൊടുത്തു നോക്കുക. ഇനി അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തോളുക, ഈ രീതിയിൽ ഒരു ബീം അല്ലേ, അത് ബെൻഡിങ് ഈ രീതി വരാൻ നേരത്ത് എപ്പോഴും അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കേണ്ടത് ഈ ഒരു ആക്സിസിൽ കൂടി ആയിരിക്കണം, ഈ രീതിയിൽ. അപ്പം ഇത് 40, ഇത് 60.
അപ്പൊ നമുക്ക് എത്രയായിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഓർക്കണം, ബി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 നമ്മൾ പഠിച്ചിട്ടുണ്ട് റെക്ടാങ്കിളിന്റെ കേസിൽ അല്ലെ, ബി ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12. അപ്പം ഇവിടെ ബി നമുക്കറിയാലോ 40, ഡി അറിയാലോ 60 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുക 4 × 10⁶ ന്യൂട്ടൺ എം. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എഴുതിയെടുത്തിട്ടുണ്ട് 72 × 10⁴ mm⁴. അപ്പൊ നമുക്ക് എം ആയി ഐ ആയി. വൈ അറിയാവോ? വൈ എത്രയായിരിക്കും ഈ കേസിൽ? വൈ എത്രയായിരിക്കും? അലീന, വൈ എത്രയാ? ഓക്കെ, d/2 അല്ലെ 30. 60/2 30. ഓക്കെ, ഗുഡ്. അപ്പം ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ആൻസർ എടുക്കാം. അപ്പൊ നമുക്ക് എഫ് എന്ന് പറയുന്നത് m/i × y. കണ്ടില്ലേ, m/y × i. അപ്പൊ ഇതിനകത്ത് എം നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 × 10⁴ ന്യൂട്ടൺ mm × y എന്ന് പറയുന്നത് 30 mm, i എന്ന് പറയുന്നത് എത്രയാണ് 72 × 10⁴ mm⁴. ഓക്കെ, അപ്പം ഇവിടെ ഒന്നും യൂണിറ്റ് തന്നെ നോക്കാം. ന്യൂട്ടൺ mm × mm എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂട്ടൺ mm² ഡിവൈഡഡ് ബൈ mm⁴. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Nm/mm². ഇതല്ലേ നമ്മുടെ സ്ട്രെസ്സിന്റെ യൂണിറ്റ്. അങ്ങനെ നമുക്ക് വേണേൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇതിനകത്ത് ആൻസർ വരിക 10⁴ ഉം 10⁴ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് കിട്ടുക 4 × 30 ഡിവൈഡഡ് ബൈ 72. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 166.6 Nm². ഓക്കെ, ഈ ആൻസർ കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? അപ്പം ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ ബെൻഡിങ് ഇക്വേഷൻ ഉപയോഗിച്ച് ആ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ പ്രോബ്ലം സോൾവിംഗ് ആണ് പറഞ്ഞത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ മാറി മാറി വരാം. അപ്പം ഇപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് വരുന്നതെന്ന് വിചാരിക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിന്റെ സെന്ററിൽ ഒരു UDL ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും? സെൻട്രൽ ആയിരിക്കുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് WL/4. അതേപോലെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിനകത്ത് ത്രൂ ഔട്ട് ഒരു UDL വരുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും? WL²/8. ഇവിടെ WL/4. ഇങ്ങനത്തെ കുറച്ച് വാല്യൂസ് നമ്മൾ ആ ബെൻഡിങ് മൊമെന്റിന്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. കാരണം നമുക്ക് കാന്റിലിവർ വരാത്ത കേസിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് വന്നു, അതിനകത്ത് ലോഡിങ് മാറുന്നതിനനുസരിച്ച് എത്രയാണ് അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങളെ വരുള്ളൂ. അപ്പം നമ്മളത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വേണം നമുക്കത് എത്താൻ. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുനിന്ന് വരുന്ന ഭാഗം. ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിപ്പോ ഇവിടെ F = m/i × y എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ y ഞാൻ താഴേക്ക് പോവുകയാണെങ്കിൽ m/i ഡിവൈഡ് ബൈ y എന്ന് വരില്ലേ, i/y എന്ന് പറഞ്ഞു. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. i ഡിവൈഡഡ് ബൈ y നെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്, z എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ്. ഓക്കെ, i/y ന്റെ മാക്സിമം വാല്യൂ i/y max ആണ് എന്ത്? സെക്ഷൻ മോഡുലസ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചില കേസിൽ ഇപ്പൊ ഒരു റെക്ടാങ്കിൾ ബീം, ഈ റെക്ടാങ്കിൾ ബീമിന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നമുക്ക് എന്താണ്, ഇത് ബി, ഇത് ഡി. ഓക്കെ, ഇത് ബി, ഇത് ഡി. അപ്പം ഇതിന്റെ ഐ എന്ന് പറയുന്നത് എത്രയാണ്? ബി d³ ഡിവൈഡഡ് ബൈ 12. y എത്രയായിരിക്കും? d/2 ഡിവൈഡഡ് ബൈ d/2. അത്ര പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ബി d³ ഡിവൈഡഡ് ബൈ 12 × 2/d
അപ്പം ഈ ഡിയും ഇതിനകത്തൊരു ക്യൂബിലെ ഒരു ഡിയും പോവും, 6 ആവും. അപ്പൊ ഒരു റെക്ടാങ്കുലർ ബീമിന്റെ ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുമ്പോഴത്തേക്കും ബി ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 6. ഈ രീതിയിൽ ഈ ഐ ബൈ വൈ മാക്സിനാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് ആയിട്ട് പറയുന്നത്. അത് പല സെക്ഷന്റെയും സെക്ഷൻ മോഡുലസ് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിക്കണം. ഇതേപോലെ നിങ്ങൾക്ക് സർക്കിളിന്റെ നോക്കാം, ട്രയാങ്കിളിന്റെ നോക്കാം, അങ്ങനെ പല കേസിലും നമ്മൾ അതൊന്ന് ചെയ്ത് നിങ്ങൾക്കൊന്ന് കിട്ടുമോന്നൊന്ന് ചെക്ക് ചെയ്യാം. സെക്ഷൻ മോഡുലസ് കൂടെ ഒന്ന് ഓർക്കുക. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞേക്കുന്നത് കിട്ടിയോ? സെക്ഷൻ മോഡുലസ് എന്താണെന്ന് പഠിക്കുക, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഐ ബൈ വൈ മാക്സ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ഷൻ മോഡുലസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ബാക്കി സർക്കിളിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, കിട്ടുമെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പം എന്റെ കയ്യിൽ ഒരു സ്കെയിലാണ് ഈ എടുത്തേക്കുന്നത്. ഓക്കെ, ഈ സ്കെയിലിനെ ഒരു ബീമായിട്ട് ഞാനിപ്പോൾ പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കാണെങ്കിലും ഒരു സ്കെയിൽ കയ്യിലെടുത്ത് നോക്കുക. ഈ ബീമിനെ ഈ ഒരു സ്കെയിലിനെ ഞാൻ ബീമാക്കി. അപ്പൊ എനിക്ക് രണ്ട് രീതിയിൽ വെക്കാം. ഒന്ന് കാണുന്നുണ്ടോ? ഈ രീതിയിൽ വെക്കാം, ഇങ്ങനെ പരത്തി വെക്കാം. ഒന്ന് ഇങ്ങനെ കുത്തനെ വെക്കാം. അപ്പൊ ജസ്റ്റ് നോക്കുക, നമ്മളിങ്ങനെ കുത്തനെ വെച്ചിട്ട് അതിനകത്ത് ലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് വളയുന്നുണ്ടോ? അത് വളയുന്നുണ്ടോ എന്ന് വെച്ചാൽ നടുഭാഗം ഇങ്ങനെ വളയുന്നില്ല. അതേസമയം ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടാണ് ലോഡ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അതിനകത്തൊരു ബെൻഡിങ് വരും. അതൊരു ചെറിയ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ. ഇവിടെ എന്താണ് ഈ ഒരു രണ്ട് ബീമിന്റെ മെറ്റീരിയലിന് മാറ്റമില്ല, ഇതിന്റെ സെക്ഷന്റെ വലുപ്പത്തിനൊന്നും മാറ്റമില്ല. പക്ഷെ നമ്മൾ ഇത് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തതെന്ന് പറയുന്ന ഒരു മാറ്റം ഇവിടെ കാണുന്നില്ലേ? അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ബീമിനെ ഈ രീതിയിലും പ്ലേസ് ചെയ്യാം, ഈ രീതിയിലും പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് മാറുന്നത്? നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആക്സിസ്, ആ കട്ട് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ്. ഈ ഒരു കേസിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഡി ഇതും ബി ഇതും ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ വരുന്നത്? ഡി ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡ് ബൈ 12 ഐ. അപ്പം ഒരു ബീമില് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറുന്നതിനനുസരിച്ച് എന്താണ് ബെൻഡിങ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മളിപ്പോ ഒരു പാലത്തിന്റെ ബീം ഈ രീതി വെക്കുവാണ് എന്താ സംഭവിക്കുക? അതിനകത്ത് ലോഡ് വരുമ്പോഴത്തേക്കും അത്, അതായത് നമ്മളിപ്പോ ഒരു സ്കെയിലോ പട്ടിക വരെ നമ്മൾ ഇടാറുണ്ട്. പട്ടിക അല്ലെ, പട്ടിക നമ്മൾ ഇങ്ങനെ ഇടുവാണെങ്കിൽ അതിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. അതേസമയം നമ്മൾ ഇങ്ങനെ പരത്തി ഇടുവാണെങ്കിൽ നമുക്കൊരു ഭാഗത്ത് പട്ടിക ചവിട്ടി പോകണമെങ്കിൽ അത് വളഞ്ഞു പോകില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുന്നത് ശരിക്കും എന്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്? ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു അതിനകത്ത് വരുന്ന സ്ട്രെസ് ഈസ് ഈക്വൽ ടു എം ബൈ ഐ അല്ലെ. അപ്പം ഇതിനകത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നതിനനുസരിച്ച് അതിനെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രെസ് എന്ത് സംഭവിക്കുവാണ്? കൂടുവാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ബീമിനകത്തേക്ക് വരുന്ന ആ ഒരു സ്ട്രെസ് കുറയുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുമ്പോഴത്തേക്കും ആ ഒരു മെറ്റീരിയലിൽ വരുന്ന സ്ട്രെസ് കുറയുന്നു. അപ്പൊ എന്താണ്? അതിന് കൂടുതൽ ലോഡ് എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. അപ്പൊ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ? ജസ്റ്റ് ഇത്രേ ഉള്ളൂ. സ്കെയിൽ ഇങ്ങനെ വെക്കുന്നതും ഇങ്ങനെ വെക്കുന്നതും രണ്ടിലും മാറ്റം എന്താണ് വരുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുവാണെങ്കിൽ മെറ്റീരിയലിൽ വരുന്ന സ്ട്രെസ് കുറയും. അപ്പം ഈ മെറ്റീരിയലിൽ വരുന്ന സ്ട്രെസ് കുറയുമെങ്കിൽ കൂടുതൽ ലോഡിലായിരിക്കും അത് ഫീൽ ചെയ്യുന്നു ഓർക്കുക. അപ്പം ഈ രീതിയിൽ വെക്കുവാണെങ്കിൽ നമുക്കത് കൺസെപ്റ്റ് ആയിട്ട് ഓർത്താൽ മതി. ഈ ഇക്വേഷൻ അതൊന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ മെറ്റീരിയലിലേക്ക് വരുന്ന സ്ട്രെസ് കുറയും, കൂടുതൽ ലോഡ് അതിനെ താങ്ങി നിർത്താൻ പറ്റും. ഓക്കെ, കൂടുതൽ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ലോഡിന് കാരണമാകുന്ന മൊമെന്റ് അല്ലേ. അപ്പം ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ എം ഇസ് പ്രപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാലോ. ഇത് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ്? അതായത് ജസ്റ്റ് കാണിച്ചു തരാം. എഫ് ബൈ വൈ ഈക്വൽ ടു എം ബൈ ഐ. കണ്ടില്ലേ? അപ്പം ഇതിനകത്ത് ബാക്കി ഇത് രണ്ടും കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ഐ ഇങ്ങോട്ട് പോയി. അപ്പം ഐ പ്രപ്പോർഷണൽ ടു എം, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുവാണെങ്കിൽ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ലോഡ് അതിനെടുക്കാൻ സാധിക്കും. എഫ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതായത് എഫ് അല്ല, ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുവാണെങ്കിൽ എഫ് കുറയും. ഇപ്പൊ പറഞ്ഞേക്കുന്നത് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ്. അഭിനവ് അൺമ്യൂട്ട് ചെയ്തിട്ട് ഉറക്കമാണോ? ക്ലാസ് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഏത് രീതിയിലാണ് ഒരു സെക്ഷനെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ ചോദിക്കാം.
അപ്പൊ നമ്മൾ അതും ഒന്ന് ഓർക്കുക. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ അവിടെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ അതിനേക്കാളും കൂടുതൽ കൺസെപ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഒരു സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമായിരിക്കും നമ്മൾ ഓർക്കേണ്ടത്. റെഡി? എന്നാൽ നമുക്ക് നിർത്താം. അപ്പൊ നമ്മള് ഈ ബെൻഡിങ് ഇക്വേഷന്റെ ഭാഗമായിട്ട് ആ ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ മോഡുലസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലംസും എടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഈ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ ഒരു ഭാഗത്തുനിന്നേ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് സോൾവ് ചെയ്ത് സ്വന്തം ഒന്ന് ശ്രമിക്കാം. നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ താങ്ക് യു. നമ്മൾ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഓൾ.